ഇപ്പൊ പൃഥ്വിരാജ് എന്നൊരു സംവിധായകൻ കറക്റ്റ് ആഗ്രഹിച്ച കാര്യം തന്നെ കയ്യിൽ കിട്ടണം. അപ്പം അത് ഈ പറഞ്ഞ ആർട്ട് ഡയറക്ടറും കൂടി ആകുമ്പോൾ ഒരുപാട് ലൊക്കേഷൻ കണ്ടുപിടിക്കും. അത് അദ്ദേഹത്തിനെയും കൂടി ഒന്ന് സംബന്ധിപ്പിച്ചെടുപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും എന്താണ് അതിന്റെ ഒരു നമ്മൾ ഇമാജിൻ ചെയ്യലോ. നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അത് വേണ്ടത്, ആ ലൊക്കേഷൻ ഇങ്ങനെയാണ് വേണ്ടത്. അതിലിപ്പോൾ ഒരു വീടാണെങ്കിൽ, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ലൊക്കേഷൻ. ഇപ്പോൾ ഒരു പെട്ടിക്കടയാണെങ്കിൽ പോലും നമുക്ക് ആ ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുക അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഡയലോഗ് അടിക്കുക, അതിനുള്ളൊരു അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം തെളിയും ശരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ലൊക്കേഷൻ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തുമ്പോൾ നമുക്ക് അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവിൻസിങ് ആണ്. അപ്പോൾ അതോടുകൂടി അത് ഓക്കെ ഉണ്ട്, സംഭവം വർക്ക് ചെയ്യാൻ പറ്റും, ഇത് സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ തന്നെയാണ് ചോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് സെറ്റ് ഇടുമ്പോൾ അത് പ്രൊഡക്ഷൻ എത്രത്തോളം കൺവിൻസിങ് ആവും, എത്രത്തോളം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എല്ലാവരും. എങ്കിലും ഇത്രയും ഈ ലൊക്കേഷനൊക്കെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ലൊക്കേഷൻ ഏതാ? ഖർഗോഷ് തന്നെയാണ് എനിക്ക്. ആ സെറ്റ് എങ്ങനെയായിരുന്നു? കാരണം ഇപ്പം നമ്മൾ ഇതുവരെ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി എന്നിട്ട് ചെന്നൈയിലേക്ക് മാറ്റിയത് ആ ഒരു ലൊക്കേഷൻ നമ്മളത് മറ്റേ ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ ചെയ്യാനുള്ള മറ്റേ ഇപ്പം ഖർഗോഷ് ഇറാഖ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡെസേർട്ട് ഫീലുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലം നമ്മളിപ്പം ഇവിടെ ഇപ്പം രാജസ്ഥാനിലൊക്കെ ഉള്ളൂ സംഭവം. പക്ഷേ അപ്പം ഔട്ട് ഓഫ് ഇന്ത്യ ചെയ്താലോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നപ്പം അത് നമുക്ക് കംഫർട്ട് ആവാതെ വരികയും നമ്മളപ്പോൾ പക്ഷേ ഞാൻ ഇതിന് പാരലി ഇതിനൊരു ലൊക്കേഷൻ ചെന്നൈയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ നമ്മൾ വേറെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഇപ്പം ഈ ഓൾ ഇന്ത്യ നമ്മൾ ഈ സ്ഥലം ലൊക്കേഷൻ നോക്കുന്ന സമയത്തും ഇതിന് പറ്റിയൊരു സ്പേസ് എന്ന് വെച്ചാൽ എങ്ങനെ പോലും നമുക്കൊരു ഈ ലെങ്തി ഒരു റോഡ് ഉണ്ടായിരിക്കണം, അതിൻ്റെ സൈഡിൽ ബിൽഡിങ് പണി അത്രയും. ബാക്കിയുള്ള നമ്മൾ എക്സ്റ്റൻഷൻ ഗ്രാഫിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ ചർച്ച് ഉണ്ടായിരിക്കണം, അതിൻ്റെ എഡിറ്ററിൽ ഒരു ചർച്ച് വേണം, ചർച്ചിൻ്റെ ഇൻറ്റീരിയർ വേണം, ഇൻറ്റീരിയറിൽ സീനുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് ലെങ്ത്തിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല സംഭവം. അല്ലെങ്കിൽ അപ്പം നമ്മൾ പല സ്ഥലത്തും കൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ അത് പലപ്പോഴും ഗ്രൗണ്ട് മാത്രമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റ് ഇടണം. നമ്മുടെ സെറ്റിന് സപ്പോർട്ടായിട്ടുള്ള ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് ചെയ്താൽ. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ അങ്ങനെ പല സ്റ്റുഡിയോസിലും മറ്റേ പല ആളുകളുടെ സെറ്റുകളൊക്കെ പോയി നോക്കിയിട്ടുണ്ട് എങ്ങനെ ഇത് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ, കരഘോഷമാക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ സമയത്താണ് നമ്മളിങ്ങനെ ഈ ചെങ്കൽപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുകയും ഈ സ്ഥലം കാണുകയും. അപ്പോൾ നമ്മൾ ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ ആ വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ പുറകിലേക്ക് നോക്കിയതാണ്. അപ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് ഇങ്ങനെ ഒരു ലെങ്ത്തിൽ. അപ്പോൾ അത് വർക്കാവും വന്നു. അപ്പോൾ ഞാൻ അവിടെ തോന്നുന്നു നമുക്ക് ഇവിടുത്തെ ആലോചിക്കാൻ തോന്നുന്നു. അങ്ങനെ പിന്നെ ഡയറക്ടർ രാജേന്ദ്രനെ ഫോൺ ചെയ്ത് പുള്ളിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ആലോചിക്കാം. എത്ര പേരുടെ ഒരു ടീമായിരുന്നു ശരിക്കും ആർട്ടിലുണ്ടായത്? ആർട്ടിൻ്റെ ഒരു പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കും ആ ടീം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പം മറ്റേ 400 പേര് വരെ വന്നിട്ടുള്ളൊരു സീക്വൻസുകൾ ഉണ്ടായിട്ട് ചില നമ്മൾ സെറ്റ് വർക്കുകൾ നടക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ചിലപ്പോൾ 5 പേര് 6 പേര് വെച്ചിട്ടുള്ള ഷൂട്ട് നടന്നിട്ടുണ്ട്. ചിലപ്പം ഇപ്പോൾ കൊച്ചി ഷൂട്ടുകൾ, ട്രിവാൻഡ്രം ഷൂട്ട് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികളാണ്. അവിടെ വേറെ നമുക്ക് ഇപ്പോൾ ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ കൂടുതൽ മറ്റേ ഏരിയ സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്താണ് ആളുകൾ കൂടുതൽ വേണ്ടിവരുന്നത്.